നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. ഇന്ന് ലോകത്തിൽ 2 തരത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ആഹാരം, വസ്ത്രം, കിടപ്പാടം ഇവ കിട്ടാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് സ്നേഹവും കാരുണ്യവും ലഭിക്കാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഇതിൽ രണ്ടാമത്തേതാണ് ഒന്നാമതായി പരിഗണിക്കേണ്ടത്. കാരണം മനസ്സിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടെങ്കിൽ ആഹാരവും വസ്ത്രവും കിടപ്പാടവും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരെ നമ്മൾ നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കുകയും സേവിക്കുകയും സഹായിക്കുകയും ചെയ്യും. മറ്റുള്ള ദുർഗുണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും കഴിയും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുകയറ്റം, ഇന്റർനെറ്റിന്റെ ദുരുപയോഗം, വിദ്യാർത്ഥികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകളുടെ ഉപയോഗം എല്ലാം കൂടി സങ്കീർണമായ അവസ്ഥയാണിന്നുള്ളത്. ഉദാഹരണത്തിന് സാങ്കേതിക വിദ്യയുടെ കാര്യമെടുക്കാം. മനുഷ്യ ജീവിതത്തിൽ അത് വിപ്ലവം സൃഷ്ടിച്ചു. പക്ഷേ അതിൻ്റെ ദോഷവശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പേടി തോന്നുന്നു. മനസ്സാക്ഷിയും മൂല്യബോധവും കുറഞ്ഞ ഒരു പുത്തൻ തലമുറ ഇവിടെ വളർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ പല പേരിലും രൂപത്തിലും അക്രമവും പെരുകുന്നു. വഴി നടക്കുമ്പോൾ, കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ, സ്വന്തം വീട്ടിലിരുന്ന് കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ, കുളിക്കുമ്പോൾ എല്ലാം നമുക്ക് പേടിയാണ്. മൂത്രമൊഴിക്കാനും മൂളിപ്പാട്ട് പാടാൻ പോലും ഭയക്കേണ്ട സ്ഥിതിയാണ്. എന്നാലും നമ്മൾ ആധുനികരാണ്, പരിഷ്കാരികളാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. പണ്ട് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് പറയാനാവാത്ത സ്ഥിതിയാണ്. മിത്രം എപ്പോൾ ശത്രു ആകുമെന്നോ, ശത്രു എപ്പോൾ എവിടെ നിന്ന് ഏത് രൂപത്തിൽ ചാടി വീഴുമെന്നോ ആർക്കും അറിയില്ല. ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥയെ ഓർക്കുകയാണ്. ഒരു പ്രദേശത്ത് കുപ്രസിദ്ധനായൊരു ചട്ടമ്പി ഉണ്ടായിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ അയാൾ നാട്ടിലെ പ്രധാന കവലയിൽ നിലയുറപ്പിക്കും. ആൺ പെൺ ഭേദമില്ലാതെ അതുവഴി പോകുന്ന എല്ലാവരെയും അയാൾ ഉപദ്രവിക്കും, അധിക്ഷേപിക്കും, അവരുടെ കയ്യിലുള്ളത് പിടിച്ചു പറിക്കും. ഇയാളെ ഭയന്ന് സന്ധ്യയായാൽ ആരും ആ വഴിക്ക് പോകാതായി. ആവശ്യങ്ങൾക്കായി മറ്റേതെങ്കിലും വഴിയിലൂടെ പോകും. സ്ത്രീകളും കുട്ടികളും പേടിച്ച് വീട്ടിനുള്ളിൽ ഇരിക്കും. ഒരു ദിവസം ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടു: ചട്ടമ്പി മരിച്ചു എന്ന്. പക്ഷേ അതിനുശേഷവും നേരമിരുട്ടിയാൽ നാട്ടുകാരെ ഒട്ടും തന്നെ വെളിയിൽ കാണാതായി. അവരെല്ലാം ഭയന്ന് വിറച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ചട്ടമ്പി ജീവിച്ചിരിക്കുമ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രമായിരുന്നു പുറത്തേക്ക് ഇറങ്ങാതിരുന്നത്. എന്നാൽ ഇപ്പോൾ പുരുഷന്മാരും പുറത്തിറങ്ങാതായി. ഒരു നാൾ ഒരു പത്രക്കാരൻ വന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നാട്ടുകാർ പറഞ്ഞു, അതെ, മുൻപ് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് ശേഷം ആ കവലയിൽ ഇന്ന ഭാഗത്ത് അയാൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആ വഴിക്ക് പോകാതിരുന്നാൽ മതി, അപകടം ഒഴിവാക്കാം. എന്നാൽ ഇപ്പോൾ അയാളുടെ പ്രേതമാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്. പ്രേതത്തിന് പ്രത്യേകിച്ചൊരു രൂപമില്ലല്ലോ. എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, ഏത് രൂപത്തിൽ ആക്രമിക്കുമെന്ന് ആർക്കും ഒരു പിടിയില്ല. മാത്രമല്ല ഇപ്പോൾ സൂക്ഷ്മരൂപി ആയതുകൊണ്ട് പഴയതിലും ശക്തിയും കൂടുതലാണ്. മനുഷ്യന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും എല്ലാം ഇതുപോലൊരു ദോഷവശമുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാനും അറിയാനും കഴിയുമായിരുന്ന പ്രശ്നങ്ങൾ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് മാറി ഒന്നുകൂടി ശക്തമായി. സാങ്കേതിക വിദ്യയുടെ പ്രയോജനം വളരെ വലുതാണ്. അത് മനുഷ്യന്റെ സുഖങ്ങളും സൗകര്യങ്ങളും വളരെ വർദ്ധിപ്പിച്ചു. പക്ഷേ ഒപ്പം സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗവും വർദ്ധിച്ചു. അതുകൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ആഴത്ത് പഠിക്കണം. പുതുമ പഴമയെ ചവിട്ടി മെതിക്കരുത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ് എന്ന് പറയാറില്ലേ? പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ അത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിന് നിരന്തര തലവേദനയാകുന്നതിന് മുമ്പേ അതിനുള്ള പ്രതിവിധി കൂടി കണ്ടെത്തണം. അപകട സാധ്യതകളെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ലവണ്ണം
ബോധവാന്മാരാക്കണം. ഹരി ഓം നമഃ ശിവായ.